പാൽ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ യോഗത്തിൽ ഇറങ്ങിപ്പോക്ക് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികളാണ് ഇറങ്ങിപ്പോയത്. മിൽമ പാൽ വില ലിറ്ററിന് 6 രൂപ വരെ വർദ്ധിപ്പിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാലിച്ചില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കേരളത്തിലെ ക്ഷീര കർഷകരുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ചെറുകിട കർഷകരെല്ലാം ഇന്ന് ഈ മേഖലയിൽ നിന്നും ഉൽപ്പാദന ചെലവിനനുസരിച്ച് പാലിൻ്റെ വില കിട്ടുന്നില്ല എന്ന് ഉള്ള സത്യാവസ്ഥ നിലനിൽക്കെ അവരെല്ലാം ഈ മേഖലയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലാ യൂണിയനിലും പാലിൻ്റെ അളവ് വളരെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞപ്പോൾ വേനൽക്കാല ഇൻസെൻറ്റീവ് പോലും ഒരു മേഖലാ യൂണിയന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പാലിൻ്റെ വില കൂട്ടിയില്ലെങ്കിൽ ഇനി ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലെ ചെറുകിട ഫാം നടത്തുന്ന കർഷകർക്കുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, മന്ത്രി അങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് അതിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നത്? പാലിനെ വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായൊരു സമീപനമാണ് മന്ത്രി എടുത്തത്, വകുപ്പ് സ്വീകരിച്ചത് എന്നാണ് എറണാകുളം മിൽമ മേഖലാ യൂണിയൻ പറയുന്നത്. ഇന്നിപ്പോൾ ചേർന്ന വിശേഷാൽ പൊതുയോഗത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഈ ഉന്നയിച്ചു. അതായത് ലിറ്ററിന് 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. മന്ത്രി അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അത് പാലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാലിനെ വർദ്ധിപ്പിക്കാമെന്നൊരു ഉറപ്പ് നൽകിയെന്നാണ് എറണാകുളം മേഖലാ യൂണിയൻ പറയുന്നത്. ഇന്നത്തെ പക്ഷേ വിശേഷാൽ പൊതുയോഗത്തിൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ പാൽവില വർധന സംബന്ധിച്ച അജണ്ടയിൽ ഉൾപ്പെടുത്തിയുമില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എറണാകുളം മേഖലാ യൂണിയന്റെ പ്രതിനിധികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ സർക്കാർ പാൽവില വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് മേലൊരു ഭാരം വയ്ക്കാനുള്ള പ്രവർത്തി കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട.